أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا يسجدوا لله الذي يخرج الخبأ في السماوات والأرض ويعلم ما تخفون وما تعلنون. الله لا إله إلا هو رب العرش العظيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1274 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 25-26 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا يسجدوا لله الذي يخرج الخبأ في السماوات والأرض ويعلم ما تخفون وما تعلنون. الله لا إله إلا هو رب العرش العظيم. صدق الله العظيم. സൂറത്തുൽ നംലിലെ 25-26 ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ തിലാവത്തിന്റെ സുജൂദ് നിർബന്ധമായ ആയത്തുകളിൽ പെട്ട ഒന്നാണ് ഈ 26-ാമത്തെ ആയത്ത്. വിശുദ്ധ ഖുർആൻ കയ്യിലുള്ളവർക്ക് അതിന്റെ അടയാളപ്പെടുത്തല് അതിന്റെ മാർജിനിൽ കാണാൻ സാധിക്കും. സജ്ജത എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോ സൗകര്യപ്പെടുന്നവര് സുജൂദ് നിർവഹിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആയത്ത് ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളുടെ തുടർച്ചയായിട്ട് ഒരു കാര്യം പ്രതിപാദിക്കുകയാണ്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന് സൈനിക സേവനം ചെയ്തിരുന്ന പക്ഷികളുടെ കൂട്ടത്തില് ഹുദ്ഹുദ് എന്നൊരു പക്ഷി ഒരു ദിവസം സുലൈമാൻ അലൈഹി ഇസ്ലാം പക്ഷികളുടെ സേനാനികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രത്യക്ഷനായിട്ട് കാണപ്പെട്ടു. സുലൈമാൻ അലൈഹി ഇസ്ലാം അത് സംബന്ധമായ ചില കാര്യങ്ങൾ പറയുകയും താക്കീത് ചെയ്യുന്ന വിധത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ പിന്നിട്ട ഭാഗത്ത് കാണുകയുണ്ടായി. അതിനെ തുടർന്ന് വളരെയൊന്നും വൈകാതെ തന്നെ ഹുദ്ഹുദ് എത്തിച്ചേരുകയും താൻ വളരെ വിശിഷ്ടമായ ഒരു വാർത്ത, ഒരു ഇൻഫർമേഷൻ സബ രാജ്യത്തെ തനിക്ക് കാണാനിടയായ അവരുടെ ഭരണാധികാരിയായ ഒരു സ്ത്രീ, അവരെയും അവരുടെ നാട്ടുകാരെയും സംബന്ധിച്ച് ഒരു വ്യത്യസ്തമായ ഒരു വാർത്ത, അത് ഞാൻ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് ആ വാർത്ത, അതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ വിവരിക്കുകയാണ്. വജത്തുഹാ വഖൗമഹ യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന്റെ സ്ഥാനത്ത് അവരും ആ സ്ത്രീയും എന്ന് പറഞ്ഞാൽ സബകാരുടെ രാജ്ഞിയും ആ നാട്ടുകാരും സൂര്യനെയാണ് സാഷ്ടാംഗം ചെയ്യുന്നത്. സൂര്യന്റെ മുന്നിലാണ് സുജൂദ് ചെയ്യുന്നത്. വസയ്യന ലഹുമു ശൈത്വാനു അഅമാലഹും. അവരുടെ അത്തരം ആചാരങ്ങളും പ്രവർത്തനങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അവർക്ക് ആകർഷകമായിട്ട് പിശാച് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഫസദ്ദഹും അനി സബീൽ. അവരെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് അങ്ങനെ പിശാച് തടഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഫഹും ലാ യഹ്തദൂൻ. അവര്
സന്മാർഗം പ്രാപിക്കുന്നില്ല, അവര് സന്മാർഗം പ്രാപിച്ചവരാകുന്നില്ല. ഇക്കാര്യമാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ സഭയിലെ ആളുകള്, ഷീബ രാജ്യത്തെ രാജ്ഞിയും അവിടുത്തെ ജനങ്ങളും സൂര്യനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, സൂര്യന് സാഷ്ടാംഗം ചെയ്യുന്നു. പ്രപഞ്ച സ്രഷ്ടാവായ സൂര്യൻ ഉൾപ്പെടെയുള്ള സകലതിനെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് അവരൊക്കെയും തന്നെ ഈ സൂര്യന് സാഷ്ടാംഗം ചെയ്യുന്ന വിധത്തിലാണ് തനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അവരുടെ അത്തരം പ്രവർത്തനങ്ങള് വളരെ നല്ല സംഗതികളായിട്ട് പിശാച് അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരെ സത്യമാർഗത്തിൽ നിന്ന്, ശരിയായ പാതയിൽ നിന്ന് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവരൊരു നിലക്കും സന്മാർഗം പ്രാപിക്കുന്നവരാകുന്നില്ല. ഇതാണ് ഹുദ്ഹുദ് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളിലെ ശ്രദ്ധേയമായ സംഗതികൾ. ഇതിന്റെ അവസാന ഭാഗം അള്ളാഹുവിന്റെ വാക്കുകള്, അള്ളാഹു ഹുദ്ഹുദിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ചില കാര്യങ്ങൾ അതുമായി അനുബന്ധമായിട്ട് പറഞ്ഞതാണ് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന രണ്ടായത്തുകൾ നോക്കുക. അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലദീ യുഖ്രിജുൽ ഖബ്അ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമായുള്ള ഒളിഞ്ഞുകിടക്കുന്ന സംഗതികളെ വെളിയിൽ കൊണ്ടുവരുന്ന അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ അവര് ഒരുങ്ങാതിരിക്കാൻ വേണ്ടി. ആ വിധത്തിലാണ് പിശാച് അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ മതിപ്പുള്ളവരാക്കി അതില് വളരെ അത് ആകർഷകമായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നു. അവര് സൂര്യനെ ആരാധിക്കുന്നു എന്നത് മാത്രല്ല, അതിനു പുറമെ അവരുടെ സ്വന്തം സൃഷ്ടാവായ സൂര്യന്റെ കൂടി സൃഷ്ടാവായ ഈ പ്രപഞ്ചത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലുമായിട്ട് മറഞ്ഞു കിടക്കുന്ന കോടിക്കണക്കിന് സംഗതികളെ ദിനേന പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് സുജൂദ് ചെയ്യുക, അവന് സാഷ്ടാംഗം ചെയ്യുക എന്നൊരു സംഗതിയിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് പിശാച്. യഥാർത്ഥത്തിൽ സുജൂദിന് അർഹതയുള്ളവൻ, മനുഷ്യൻ അവന്റെ പൂർണ്ണമായ സമർപ്പണവും വിധേയത്വവും ഒക്കെ നൽകാൻ അർഹതയുള്ളവൻ പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവാണ്. മനുഷ്യന്റെ സൃഷ്ടാവായ ആകാശഭൂമികളുടെയും പ്രപഞ്ചത്തിലെ സകലതിന്റെയും സൃഷ്ടാവായ അള്ളാഹുവിനാണ് സുജൂദ് അർഹതയുള്ളത്. അള്ളാഹുവിന് വാനഭുവനങ്ങളിലുള്ളതൊക്കെയും സുജൂദ് ചെയ്യുന്നു എന്നത് വിശുദ്ധ ഖുർആൻ വെളിപ്പെടുത്തുന്നുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതൊക്കെയും തന്നെ അള്ളാഹുവിന് നിരന്തരമായി സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളുടെ നിഴലുകൾ പോലും അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത് എന്ന കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആനില് പലയിടങ്ങളിലായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സ്രഷ്ടാവായ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് ഈ ആളുകളെ തടഞ്ഞു നിർത്തുകയാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സൂര്യനെ ആരാധിക്കുക, സൂര്യ നമസ്കാരം, സൂര്യനെ പ്രാർത്ഥിക്കുക, സൂര്യന് സാഷ്ടാംഗം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളെ വളരെ ആകർഷകമായി, കമനീയമായി അത് തന്നെയാണ് വേണ്ടത് എന്ന വിധത്തില് അവർക്ക് തോന്നിപ്പിക്കുകയാണ് പിശാച്. എന്നിട്ട് പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിന് വിധേയപ്പെടുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുകയുമാണ് ചെയ്യുന്നത്. അല്ലാ യസ്ജുദു ലില്ലാഹി, അള്ളാഹുവിന് സുജൂദ് ചെയ്യാതിരിക്കാനാണ് പിശാച് അവർക്ക് ഇത് ആകർഷകമായിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് അവർക്ക് തോന്നിപ്പിക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ്? പ്രപഞ്ച സ്രഷ്ടാവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന് സാഷ്ടാംഗം അർപ്പിക്കുന്നതിൽ നിന്ന് അവരെ തടയണം, അവരെ ബ്ലോക്ക് ചെയ്യണം. അതിനു വേണ്ടിയാണ്. അല്ലാ യസ്ജുദു
ലില്ലാഹി. ആരാണ് ഈ പ്രപഞ്ച സ്രഷ്ടാവ്? അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീ യുഖ്രിജുൽ ഖബ്അ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും അനേക കോടി വസ്തുക്കൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, മറഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ ദിനേന അതിന്റെ പല രൂപങ്ങളിലും പ്രകടമായി രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ലാത്ത ഒരു കുഞ്ഞാണ് ഇന്ന് പിറവിയെടുക്കുന്നത്. ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ലാത്ത ഒരു പൂവാണ് ഇന്ന് മരത്തിലും ചെടിയിലും ഒക്കെ മുട്ടിട്ട് വിരിഞ്ഞു നിൽക്കുന്നത്. ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് നേരത്തെ കാണാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ലാത്ത കോടിക്കണക്കിന് പ്രതിഭാസങ്ങള് ദിനേന എന്നോണം ആകാശത്തിലും ഭൂമിയിലും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് വെളിപ്പെടാനുള്ളത്, എന്തൊക്കെയാണ് അടുത്ത നിമിഷം വെളിപ്പെടുക എന്നതൊന്നും നമുക്കാർക്കും അറിയുന്ന കാര്യമായിരുന്നില്ല. ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന മറഞ്ഞുകിടന്ന വെളിപ്പെടുന്ന പ്രതിഭാസങ്ങളാണെങ്കിൽ നമ്മളുടെ അറിവിലും നമ്മുടെ ദൃഷ്ടിയുടെ സാധ്യതയിലും ഒന്നും പെടാത്ത ഒരുപാട് പ്രതിഭാസങ്ങൾ വേറെയും കാണും. ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നമുക്ക് അത്തരം കാര്യങ്ങൾ ഒരുപാട് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഈ വാന ഭുവന സംവിധാനങ്ങളിൽ നമുക്ക് മറഞ്ഞു കിടക്കുന്ന അനേകം സംഗതികൾ ദിനേന അവൻ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ഉണ്മയില്ലാതിരുന്ന സംഗതികൾക്ക് നിരന്തരം ഉണ്മ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു 5-6 ദശകങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നില്ല, എനിക്കൊരു ഉണ്മ ഉണ്ടായിരുന്നില്ല, ഞാൻ ഉണ്ടായി വന്നതാണ്. ഇനിയും അള്ളാഹു നിശ്ചയിച്ചൊരു പരിധി കഴിഞ്ഞാൽ ഞാൻ അപ്രത്യക്ഷമാകുന്നു ഇവിടുന്ന് ഭൂമുഖത്ത്. സമാന്തരമായി ധാരാളം ആളുകള്, ജീവജാലങ്ങള്, അതുപോലെ ജീവപ്രതിഭാസങ്ങൾ ധാരാളം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആരാണ് നേരത്തെ ഉണ്മ ഉണ്ടായിരുന്നില്ലാത്ത ഈ പ്രതിഭാസങ്ങൾക്ക് ഉണ്മയുണ്ടാക്കി വെളിപ്പെടുത്തി പുറത്തു കൊണ്ടുവരുന്നത്? ആരാണ് അതിന്റെ പുറകിലുള്ള ഒരു ഫോഴ്സ്, ശക്തി ആരാണ്? ഇതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ പ്രപഞ്ചത്തില് ഉണ്മയില്ലാതിരുന്ന സംഗതികൾക്ക് ഉണ്മയുണ്ടാക്കിക്കൊണ്ട് സൃഷ്ടി വൈഭവം കാണിച്ചുകൊണ്ട് അവയെ പുറത്തു കൊണ്ടുവരുന്ന അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഇവര് വിമുഖരായിരിക്കാൻ വേണ്ടിയാണ് പിശാച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ ആകർഷകമായിട്ട് അവർക്ക് തോന്നിപ്പിക്കുന്നത്. സൂര്യനെയാണ് ആരാധിക്കുന്നത്, സൂര്യനാണ് സാഷ്ടാംഗം ചെയ്യുന്നത്. സൂര്യനാണോ ഇതിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്? സൂര്യനെ തന്നെ ആ വിധത്തില് ഊർജവും പ്രകാശവും ഒക്കെ പ്രസരിപ്പിക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് സംവിധാനിച്ചിട്ടുള്ളത് പ്രപഞ്ച സൃഷ്ടാവാണ്. ആ റബ്ബിനെ തിരിച്ചറിഞ്ഞ് അവന് വിധേയപ്പെട്ട് അവന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യുന്നതിന് പകരം സൂര്യന് സാഷ്ടാംഗം ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ആളുകൾ ചെയ്യുന്നത്. അതിന്റെ പ്രത്യക്ഷ ഫലം സ്വന്തം സൃഷ്ടാവായ അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് അവര് അനർഹമായ ഒന്നിനെ ദൈവമായിട്ട് സങ്കല്പിച്ച് ആ ഒരു കാര്യം അവർക്ക് വളരെ ആകർഷകമായിട്ട് പിശാച് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അതിന്റെ ഫലമായി അല്ലാ യസ്ജുദൂലില്ലാഹി, അവർ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വിമുഖതയുള്ളവരായിട്ട് നിലകൊള്ളുന്നു. അല്ലദീ യുഖ്രിജുൽ ഖബ്അ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമായിട്ട് ഒളിഞ്ഞു കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന അനേകം പ്രതിഭാസങ്ങളുണ്ട്. ആ പ്രതിഭാസങ്ങളെ നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ അവര് സുജൂദ് ചെയ്യാൻ വിമുഖതയുള്ളവരായിട്ട് മാറുന്നു. വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ. മാത്രവുമല്ല, ആരാണ് ആ അള്ളാഹു? അവന്റെ മറ്റൊരു പ്രത്യേകത, അവൻ ഈ ഒളിഞ്ഞു കിടക്കുന്നത്
നിരന്തരം വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്നതിന് പുറമെ അവന്റെ മറ്റൊരു പ്രത്യേകത വയഅലമു, അവൻ അറിയുന്നു, മാ തുഖ്ഫൂന, നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത്, വമാ തുഅ്ലിനൂൻ, നിങ്ങൾ പരസ്യപ്പെടുത്തി ഉറക്കെ വിളിച്ചു പറയുന്നത്. നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കുന്നതും ഒക്കെ. അവന്റെ ലോകത്ത് അങ്ങനെ രഹസ്യവും പരസ്യവും ഇല്ല. എല്ലാം അവന് ദൃഷ്ടിഗോചരമാണ്. ഭാവി ഭൂത വർത്തമാനങ്ങളും രഹസ്യവും പരസ്യവും ഒരുപോലെ അവന്റെ മുന്നിൽ മാനിഫെസ്റ്റ് ആണ്. അവന്റെ മുന്നിൽ പ്രത്യക്ഷമേ ഉള്ളൂ, മറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലില്ല. അപ്പോ അവന് നിങ്ങൾ ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളും ഒക്കെ അറിയുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക, ആ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, ആ അള്ളാഹുവിന് വിധേയപ്പെടുക എന്നതാണ് മനുഷ്യൻ പ്രപഞ്ചത്തിലെ സകല ഇതര പ്രതിഭാസങ്ങളെയും പോലെ ചെയ്യേണ്ടത്. പക്ഷെ മനുഷ്യന് ഇത് പിശാച് ആകർഷകമായിട്ട് തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്തോ കാരണം ഉണ്ടാവും. തുടക്കത്തില് നേരത്തെ ഇബ്നു ഹിഷാം രേഖപ്പെടുത്തിയ പോലെ അബ്ദുൽ ഷംസ് എന്ന് പേരുണ്ടായിരുന്ന ഒരു കുലപതിയുടെ പിന്മുറക്കാര് ആ സൂര്യന്റെ ദാസൻ, സൂര്യദാസൻ എന്നൊക്കെ പേരുണ്ടായിരുന്ന ആളുടെ പിന്മുറക്കാര് അങ്ങനെ സൂര്യനോട് വിധേയത്വം കാണിച്ച് ആരാധന കാര്യങ്ങളൊക്കെ സൂര്യനായിട്ട് അർപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതി ഏതോ ഘട്ടത്തില് ആരുടെയോ ദുഷ്പ്രേരണയിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവണം. പക്ഷെ അത് പിന്നീട് അതിനെക്കുറിച്ച് ഒരു ആലോചനയും ഇല്ലാതെ സ്വന്തം സൃഷ്ടാവായ അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് ഈ സൂര്യന് അർപ്പിക്കുന്ന സാഷ്ടാംഗവുമായിട്ട് അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ സത്യമാർഗത്തിൽ നിന്ന്, ശരിയായ സബീലിൽ നിന്ന് അവർ തടയപ്പെടുന്നു. അവർക്ക് സന്മാർഗം ലഭിക്കുന്നില്ല. ആകാശഭൂമികളിലെ മറഞ്ഞു കിടക്കുന്നതിനെ നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ അവർ വിമുഖരാകുന്നു. രഹസ്യമാക്കി വെക്കുന്നതും ആളുകൾ പരസ്യമാക്കി വെക്കുന്നതും ഒരുപോലെ അറിയുന്നവനായ ആ അള്ളാഹുവിനെ അവര് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവന് വിധേയപ്പെടാനും സാഷ്ടാംഗം ചെയ്യാനും അവര് വിമുഖരാണ്. ഇതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. എന്നിട്ട് അള്ളാഹു അതിനെ തുടർന്ന് പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അളീം എന്നാണ്. ഇവര് ധരിച്ച പോലെയല്ല, അവർക്കറിയില്ല. ഇവിടെ മലിക്കത്ത് സബന്റെ സിംഹാസനത്തെ പരാമർശിച്ചുകൊണ്ട് ഹുദ്ഹുദ് പറയുകയുണ്ടായി, വലഹ അർശുൻ അളീം എന്ന്. അവൾക്ക് വിസ്മയകരമായ ഒരു സിംഹാസനം തന്നെ, വളരെ കൗതുകകരമായ ഗംഭീരമായ ഒരു സിംഹാസനം തന്നെ ഉണ്ട് എന്ന് പറയുണ്ടായി. യഥാർത്ഥത്തിൽ മലിക്കത്ത് സബന്, ഷീബാരാജ്ഞിക്ക് ഉണ്ടായ സിംഹാസനം കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തില് അവർക്ക് കയ്യിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഉപയോഗത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഗതി മാത്രമാണ്. ആളുകളെ പ്രത്യക്ഷത്തിൽ വിസ്മയിപ്പിക്കാനൊക്കെയുള്ള പ്രത്യേകതകളൊക്കെയുള്ള ഒരു സിംഹാസനം തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്തിന്റെയെങ്കിലും മേൽ പരമമായ അധികാരമോ ഉടമസ്ഥതയോ അല്ലെങ്കിൽ സ്വാധീനമോ അവർക്കുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാറ്റിന്റെ പേരിലും പലതിനെയും ആശ്രയിച്ചുകൊണ്ടാണ് അതൊക്കെ നിലക്കൊള്ളുന്നത്. എന്നാൽ അല്ലാഹു ലാ ഇലാഹ, അല്ലാഹു അവനല്ലാതെ, ഇല്ലാഹുവ അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. റബ്ബുൽ അർശിൽ അളീം, അതിമഹത്തായ സിംഹാസനത്തിന്റെ ഉടമയാണ് അവൻ. അതിമഹത്തായ സിംഹാസനത്തിന്റെ ഉടമ. അവന്റെ അധികാര സിംഹാസനത്തിന്റെ മേൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എല്ലാം അതിന് വിധേയപ്പെട്ടുകൊണ്ടാണ് നിലകൊള്ളുന്നത്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സിംഹാസനമായാലും ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനമായാലും നമ്മുടെ കാലഘട്ടത്തിലെ വലിയ അധികാരസ്ഥന്മാരായിട്ടുള്ള ആളുകളുടെ അധികാര പീഠങ്ങളായാലും സാമ്രാജ്യത്വ ശക്തികളുടെ സൈനിക വ്യൂഹങ്ങളായാലും ഇതൊക്കെയും തന്നെ ഏറ്റവും മഹത്തരമായ സിംഹാസനം ഉടയവന്റെ അവന് വിധേയപ്പെട്ടുകൊണ്ട് അവന്
അവന്റെ ആജ്ഞകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അപ്പൊ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ. അള്ളാഹു ആരാണ്? അള്ളാഹുവോ എന്നാണ് ആദ്യത്തെ ആ പരാമർശത്തിന്റെ ഒരു സാധ്യമായ ഒരു വിവർത്തനം. അള്ളാഹുവോ ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. അള്ളാഹുവിന്റെ സ്ഥാനത്ത് വെക്കാൻ യോഗ്യതയുള്ള, ഇലാഹ് എന്ന പരിഗണന ലഭിക്കുന്ന യാതൊന്നും തന്നെയില്ല. അവനോ ഈ അള്ളാഹുവിന്റെ പ്രത്യേകത ഹുവ റബ്ബുൽ അർശിൽ അളീം, അവന് റബ്ബുൽ അർശിൽ അളീമാണ്. അർശ് എന്ന് പറഞ്ഞാൽ സിംഹാസനം, അൽ അളീം എന്ന് പറഞ്ഞാൽ അതിമഹത്തായ സിംഹാസനത്തിന്റെ ഒരു വ്യത്യാസം കണ്ടോ? മുകളില് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ലഹ അർശുൻ അളീം, അവൾക്ക് ക്ഷേമമായ അല്ലെങ്കിൽ ഗംഭീരമായ ഒരു സിംഹാസനമുണ്ട് എന്ന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ സിംഹാസനത്തെ പറ്റി പരാമർശിച്ചപ്പോ അതിന് തുല്യമായി മറ്റൊന്നില്ല എന്ന് ഭാഷാപരമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ശൈലിയിൽ റബ്ബുൽ അർശിൽ അളീം, അൽ അർശിൽ അളീം എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിനോട് തുലനം ചെയ്യാവുന്ന ഒരു അർശില്ല, അത് മാച്ച്ലെസ് ആണ്, കമ്പയർ ചെയ്യാൻ മറ്റൊന്നില്ല. അത്രയും യുണീക്ക്നെസ് ഉള്ള ഒരു, മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ളതല്ലാത്ത അതിഗംഭീരമായ സിംഹാസനത്തിന്റെ അധിപനാണ് അള്ളാഹു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പ്രപഞ്ച സംവിധാനങ്ങളുടെ മുഴുവൻ ആധിപത്യം അള്ളാഹുവിന്റെ കൈകളിലാണ്. അവന്റെ നിയന്ത്രണത്തിലാണ് സകല സംഗതികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രപഞ്ച സാകല്യത്തിന്റെ ഒന്നാകെയായി സമ്പൂർണമായ അധികാരത്തിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന സംഗതി ഉൾക്കൊള്ളുന്ന എല്ലാ ആളുകളും ഈ ആയത്ത് കേൾക്കുമ്പോ അള്ളാഹുവിന്റെ മുന്നില് സുജൂദ് ചെയ്യുക എന്നതാണ് മര്യാദ. വിശുദ്ധ ഖുർആന്റെ പാരായണം നിർവഹിക്കുമ്പോൾ ഇത്തരം ആയത്തുകൾ കടന്നു വരുമ്പോ പാരായണം നിർത്തിവെച്ച് സുജൂദ് നിർവഹിക്കുകയാണ് ചെയ്യുക. അപ്പോ ഇന്നും അതിന് സൗകര്യമുള്ള ആളുകൾക്ക് ഇരിക്കുന്ന പൊസിഷനോ എങ്ങനെയാണെന്ന് വെച്ചാൽ അള്ളാഹുവിനായിട്ട് സുജൂദ് അർപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ലാ ഇലാഹ ഇല്ലാഹുവ, അള്ളാഹുവിന്റെ ഒരു പ്രത്യേകത, അവന് തുല്യനായി അവനോടൊപ്പം പരിഗണിക്കാവുന്ന വിധത്തില് ഒരു ഇലാഹും വേറെയില്ല, അള്ളാഹു തന്നെയുള്ളൂ. ഏകനാണ് അവൻ റബ്ബുൽ അർശിൽ അളീമാണ്. അവൻ അതിമഹത്തായ അതിഗംഭീരമായ സിംഹാസനത്തിന്റെ നാഥനാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ഉപരിയായിട്ട് എന്തെങ്കിലും അധികാരമോ അധികാരത്തിന്റെ ചിഹ്നമായ പ്രതീകമായ സിംഹാസനമോ ഒന്നുമില്ല. എല്ലാം അവന് കീഴ്പ്പെട്ടുകൊണ്ട് അവന്റെ നിയന്ത്രണത്തിനും ആജ്ഞക്കും വിധേയമായിക്കൊണ്ട് മാത്രമേ ഉള്ളൂ. ആർക്ക് എന്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെയും തന്നെ റബ്ബുൽ അർശിൽ അലീമിന് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമുള്ളതാണ്. ഇതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ സബയിലെ മലിക്കത്ത് സബ, ഷീബാരാജ്ഞി, അവരുടെ നാട്ടുകാര്, അവരൊക്കെ തന്നെ ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ സൂര്യന് സാഷ്ടാംഗം ചെയ്തുകൊണ്ട് കഴിയുകയാണ്. അങ്ങനെ ചെയ്യുന്നത് വളരെ ഗംഭീരമായ സംഗതിയാണ് എന്നാണ് പിശാച് അവരെ തോന്നിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് സത്യമാർഗത്തിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു നിലക്കും സന്മാർഗം പ്രാപിക്കാത്തവരായിട്ടാണ് അവര് നിലകൊള്ളുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഇന്നത്തെ ഖുർആൻ പഠനം നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. 1-2 ചോദ്യങ്ങൾ പരിഗണിക്കാമെന്ന് വെക്കുക. ചിന്മയ തന്നെ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം, പാരത്രിക ജീവിതവും അവിടെ നൽകപ്പെടും എന്ന് പറയപ്പെടുന്ന പ്രതിഫലവും ശിക്ഷയും ഒക്കെ മരണശേഷം എന്ത്
എന്ന നിലനിൽക്കുന്ന അവ്യക്തതയെ ചൂഷണം ചെയ്ത് വിശ്വാസികളെ പിടിച്ചു നിർത്താനുള്ള മതത്തിന്റെ ഉപകരണങ്ങൾ മാത്രമല്ലേ എന്നതാണ് ചിന്മയ ഇവിടെ ചോദിക്കുന്നത്. വിശ്വാസികളെ പിടിച്ചു നിർത്തുക, ആകർഷിക്കുക, അതുപോലെ പ്രചോദനം നൽകുക, മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് ഭീതി ജനിപ്പിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾ ഈ പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രക്ഷാശിക്ഷകളും അതുപോലെ പ്രതിഫലവും അതുപോലെ പരിണതിയും ഒക്കെ അതിനിങ്ങനെ ഒരു തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ട്. അത് അസ്ഥാനത്തായ തെറ്റായ ഒരു കാര്യവുമല്ല. മനുഷ്യന്റെ മനഃശാസ്ത്രം അറിയുന്നവർക്കൊക്കെ അറിയാം, മനുഷ്യനെ കർമ്മോത്സുകരാക്കാൻ, അവനെ കാര്യങ്ങളിലേക്ക് പ്രചോദിപ്പിക്കാൻ രണ്ട് സംഗതികൾ ആവശ്യമാണ്. ഒന്ന്, അവന് ഒരു റിവാർഡിനെ കുറിച്ച്, ഒരു പ്രതിഫലത്തെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ നൽകുക എന്നുള്ളത്. മറ്റൊന്ന്, വലിയ ആഖിബത്തിനെ കുറിച്ചുള്ള ഒരു താക്കീത് ഉണ്ടാകുക എന്നുള്ളത്. അപ്പോ ആളുകളെ ഒരു കർമ്മം ചെയ്യാൻ, ഒരു കാര്യത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും ഫലപ്രദമായി ലോകത്ത്, ഭൗതിക ലോകത്ത് തന്നെ എല്ലാവരും പ്രയോജനപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളാണ് സന്തോഷ വാർത്ത നൽകുക എന്നത്. സമ്മാനം ലഭിക്കും, പ്രതിഫലം ലഭിക്കും എന്ന വിധത്തിലുള്ള ഒരു മോട്ടിവേഷനും, അതുപോലെ തന്നെ അനന്തര ഫലങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും, ശിക്ഷയുണ്ടാവും, ഫൈൻ ഉണ്ടാവും, പണിഷ്മെന്റ് ഉണ്ടാവും എന്ന വിധത്തിലുള്ള ഒരു താക്കീതും. ഇത് രണ്ടും മനുഷ്യന്റെ മനഃശാസ്ത്രപരമായിട്ട് പ്രവർത്തനക്ഷമമായ കാര്യങ്ങളാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഇത് തെറ്റായ ഒരു സംഗതിയുടെ അടിസ്ഥാനത്തിൽ, തെറ്റായ ഒരു കാര്യത്തിലേക്കാണോ അല്ലേ എന്ന കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ ഒരു പുനർവിചിന്തനം ആവശ്യമുള്ളത്. നിങ്ങൾ ജീവിതത്തെക്കുറിച്ച് മറ്റൊരു നിർവചനം നൽകി നോക്കൂ. ജീവിതം എന്താണ് എന്നതിനെ കുറിച്ച് മറ്റൊരു വിവരണം നിങ്ങൾ സ്വയം നടത്തി നോക്കൂ. നിങ്ങൾക്ക് സാധ്യമായ എല്ലാ സ്രോതസ്സുകളും പ്രയോജനപ്പെടുത്തിയിട്ട് എന്താണ് ജീവിതം എന്നതൊന്ന് ഡിഫൈൻ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ അള്ളാഹു മനുഷ്യ സമൂഹത്തെ സ്വർഗം നൽകി അല്ലെങ്കിൽ കാണിച്ച് പ്രലോഭിപ്പിക്കുന്നതും നരകം കാണിച്ച് അവനെ ഭീതിപ്പെടുത്തുന്നതും അസ്ഥാനത്തായ ഒരു കാര്യമല്ല. അതാണ് ഏറ്റവും യാഥാർത്ഥ്യാധിഷ്ഠിതമായ കാര്യം എന്നത്. ഇനി മനുഷ്യനെ ചൂഷണം ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ ചൂഷണം ചെയ്തിട്ട് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് എന്ത് കിട്ടാനാണ്? ഇനി ഇത് പ്രവാചകനാണ് മനുഷ്യനെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് എന്നതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, പ്രവാചകന്റെ ജീവിത ചരിത്രം നമ്മുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമായിട്ട് ലോകത്ത് മറ്റാരുടെ ജീവിതത്തെക്കാളും രേഖപ്പെട്ട് കിടക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. പരിശോധിച്ചു നോക്കൂ, അദ്ദേഹത്തിന് എന്ത് നേട്ടമുണ്ടായി എന്നത്, അദ്ദേഹത്തിന് എന്ത് നേടാൻ ഉള്ള ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്, ജനങ്ങളെ ഏത് നിലക്ക് ചൂഷണം ചെയ്ത് എന്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പരിശ്രമം എന്നതൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ, നിങ്ങൾക്കപ്പോൾ ബോധ്യപ്പെടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട പോലെ ലോകത്ത് ഒരാളുടെയും ജീവിതം ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഗാന്ധിജി മൂത്രമൊഴിക്കാൻ ഇരിക്കാറ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് എന്നത് ഇപ്പോ പഠിക്കാൻ ശ്രമിച്ചാൽ അതിന് നമുക്ക് ഉപോത്ബലകമായിട്ടുള്ള യാതൊന്നും കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. ഗാന്ധിജി കിടപ്പറയില് സഹധർമ്മിണിയുമായുള്ള ദാമ്പത്യ ജീവിതം എങ്ങനെയൊക്കെയാണ് നിർവഹിച്ചിരുന്നത് എന്നത് പരിശോധിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ വിശദാംശങ്ങളൊന്നും കിട്ടാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചോളണമെന്നില്ല. വളരെ പ്രയാസമാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ മനുഷ്യ സമൂഹത്തിനുള്ള മാർഗദർശനം എന്നുള്ള നിലക്ക് സസൂക്ഷ്മം രേഖപ്പെട്ട് കിടക്കുകയാണ്. ഇത് ചരിത്രത്തിൽ വേറൊരാൾക്കും ഇല്ല. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഏറെ ജീവിത നിമിഷങ്ങളും അനുഭവങ്ങളും സംഭവങ്ങളും പ്രതികരണങ്ങളും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അദ്ദേഹം എങ്ങനെയാണ്
ജനങ്ങളെ ചൂഷണം ചെയ്തത് എന്നതൊന്ന് പഠിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങൾ സ്വയം തീരുമാനിച്ചോളൂ. മറ്റൊന്ന്, ഖുർആൻ റബ്ബിൽ നിന്ന് വന്നതാണെങ്കിൽ സൂര്യൻ രാത്രിയിൽ വിശ്രമിക്കുന്നു എന്ന ആശയം ഇതിൽ വരുമായിരുന്നോ എന്നതാണ് ചിന്മയെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഖുർആൻ റബ്ബിൽ നിന്ന് വന്നതാണ് എന്നതിന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് തടസ്സമുള്ളത് ഈ ഒരു കാര്യമാണ് എങ്കിൽ ആ തടസ്സം നീങ്ങിയിരിക്കുന്നു എന്ന് പറയാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രേരിതനാകുന്നത്. കാരണം അങ്ങനെ ഒരു സംഗതി വിശുദ്ധ ഖുർആനിൽ ഇല്ല. സൂര്യൻ രാത്രിയിൽ വിശ്രമിക്കുന്നു എന്ന ആശയം വിശുദ്ധ ഖുർആനിലില്ല. വിശുദ്ധ ഖുർആനിലുള്ള ഒരു ആയത്തിന്റെ സൂചന, സൂര്യന് ഒരു ഉത്ഭവമുണ്ട്, അത് പ്രവർത്തനക്ഷമമായി ചലനാത്മകമായി തുടങ്ങിയ ഒരു ഘട്ടമുണ്ട്. അത് അതിന്റെ അവസാനിപ്പിച്ച് റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചെത്തിയിട്ട് ഒരു മുസ്തഖറിൽ ചെന്ന് നിൽക്കും എന്നും ഖുർആൻ പറയുന്നുണ്ട്. മുസ്തഖർ എന്ന് പറഞ്ഞ ഏതൊരു സംഗതിയുടെയും ഒരു ഹാൾട്ടിംഗ് സ്റ്റേഷനാണ്. മഖർ എന്ന് പറയുന്നതെന്നാണ് നമ്മൾ കുറ്റിയടിക്കുക എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ വരുന്ന അങ്ങനെയാണ്. ഒരു കൂട്ടര് യാത്രക്കിടയിൽ എവിടെയെങ്കിലുമൊക്കെ തങ്ങാൻ വേണ്ടി ഒരു തമ്പടിച്ചുണ്ടാക്കുന്നതിന് മഖർ എന്ന് പറയും. ഈ പദവുമായി ബന്ധമുള്ള ഒരു സംഗതിയാണ് മുസ്തഖർ. മുസ്തഖർ എന്ന് പറഞ്ഞാൽ ലക്ഷ്യമിട്ട് മുന്നേറുന്ന ഒരു ഡെസ്റ്റിനേഷൻ. സൂര്യന് മാത്രമല്ല, പ്രപഞ്ചത്തിലെ ഏതേതു പ്രതിഭാസത്തിനും ഒരു മുസ്തഖറുണ്ട്. എല്ലാം അള്ളാഹു നിശ്ചയിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെയാണ് അതിന്റെ ആ കറക്കവും പ്രയാണവും ഒക്കെ ഉണ്ടാവുക. അള്ളാഹു നിശ്ചയിച്ച മുസ്തഖറിലേക്ക് എത്തുന്നതോടുകൂടി അതിന്റെ ചലനം നിലയ്ക്കും. സൂര്യന്റെ കാര്യത്തില് ശാസ്ത്രം വെളിപ്പെടുത്തുന്നത് സൂര്യന് ഇങ്ങനെ അതിശക്തമായ പ്രഭയും ഊർജവും പ്രസരിപ്പിക്കുന്ന വിധത്തില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു നാൾ അവസാനിക്കും എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. സൂര്യൻ കത്തിത്തീർന്ന് കെട്ടടങ്ങി പൂർണ്ണമായിട്ട് പ്രവർത്തനരഹിതമായി മാറുന്ന ഒരു നാള് വരാനുണ്ട് എന്നാണ് ശാസ്ത്രം അനുമാനം അവരുടെ ശരിയായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അനുമാനിക്കുന്നത്. അപ്പോ സൂര്യൻ ഒരു മുസ്തഖർ ഉണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രയാണത്തിന്റെ അന്ത്യമായി മാറുന്ന ഒരു ഹാൾട്ടിംഗ് സ്റ്റേഷൻ സൂര്യനുണ്ട് എന്നാണ്. അല്ലാതെ ഓരോ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ സൂര്യൻ പയം തലേണയൊക്കെ എടുത്ത് വിരിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നു എന്നല്ല. അത് ആരെങ്കിലും വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാതെ വിവർത്തനം ചെയ്തോ അല്ലെങ്കിൽ ക്ലാസ് എടുത്തോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാൻ മാത്രം സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഖുർആനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഖുർആൻ അതിന്റെ പദതലത്തിൽ തന്നെ പഠന വിധേയമാക്കിയിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു ഗ്രന്ഥമാണ്. ആരുടെയെങ്കിലും അപര്യാപ്തമായ അല്ലെങ്കിൽ ശരിയല്ലാത്തതായ വ്യാഖ്യാനങ്ങളല്ല ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ അതിന്റെ ഒരു മുസ്തഖറിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യൻ എന്ന് പറയുന്നുണ്ട്. മുസ്തഖർ എന്ന് പറഞ്ഞാൽ ഹാൾട്ടിംഗ് സ്റ്റേഷനാണ്. അത് ഏത് പ്രതിഭാസത്തിനും അള്ളാഹു ഒരു മുസ്തഖർ വെച്ചിട്ടുണ്ട്. അത് ചെന്ന് മുട്ടി നിൽക്കാനുള്ള ഒരിടം. അതുവരെ അതിന്റെ ചലനമുള്ളൂ, അതുവരെ അതിന്റെ പ്രവർത്തനമുള്ളൂ. അല്ലാതെ മനുഷ്യനെ പോലെ എന്നും സന്ധ്യയാവുമ്പോ വിശ്രമത്തിന് വേണ്ടി ലൈറ്റൊക്കെ ഓഫാക്കി പായയും തലേണയും വെച്ച് കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കും എന്നല്ല പറയുന്നത്. അതുകൊണ്ട് ചിന്മയ്ക്ക് വീണ്ടും അതിനെ അദ്ദേഹത്തിന്റെ നിലപാട് പുനഃപരിശോധിക്കാവുന്നതാണ്. റബ്ബിൽ നിന്ന് വിശുദ്ധ ഖുർആൻ റബ്ബിൽ നിന്ന് വന്നതാണ് എന്നതിനുള്ള വിശ്വസിക്കുന്നതിനുള്ള തടസ്സം ഈ ഒരു കാര്യമാണെങ്കിൽ ആ ഒരു തടസ്സം നീങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്കത് സംബന്ധമായിട്ട് പറയാനുള്ളത്. മറ്റൊരു ചോദ്യം, അത് ഒരു ഒബ്സർവേഷൻ ആണ്. ഞാനത് ഹമീദ് മേത്തർ പറഞ്ഞൊരു കാര്യം, സത്യവിശ്വാസികൾ അന്ധവിശ്വാസികളും അതുവഴി തീവ്ര വിശ്വാസികളുമായി മാറുന്നതിന്റെ കാരണങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വിവരിക്കാമോ എന്നാണ്.
സത്യവിശ്വാസികൾ ഒരിക്കലും തന്നെ അന്ധവിശ്വാസികളോ തീവ്രവിശ്വാസികളോ ആവില്ല. അത് അവര് വിശ്വാസപരമായ അടിത്തറ ഇളകിപ്പോയ, വെളിച്ചം കെട്ടുപോയ, വെളിച്ചം നഷ്ടപ്പെട്ട, അതുപോലെ ഉദ്ദേശപൂർവം ആളുകളെ വഴികേടിലാക്കുന്ന തരം ആളുകളുടെ സ്വാധീനത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഈ അന്ധവിശ്വാസികളും തീവ്രവിശ്വാസികളും ഒക്കെ ആയി മാറാൻ സാധിക്കുകയുള്ളൂ. തീവ്രവിശ്വാസി എന്നുള്ള പ്രയോഗം ശരിയല്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അന്ധവിശ്വാസം ഇസ്ലാം അനുവദിക്കുന്നില്ല. അള്ളാഹുവിന്റെ ആയാത്തുകളോട് പോലും കണ്ണ് തുറന്ന് ചെവി കൂർപ്പിച്ച് ശ്രദ്ധാപൂർവം ഉൾക്കൊണ്ട് മനസ്സിലാക്കി ബുദ്ധി കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കാനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അന്ധരും ബധിരരുമായിട്ട് അള്ളാഹുവിന്റെ ആയാത്തുകളെ സ്വീകരിക്കാൻ വേണ്ടിയും തള്ളിക്കളയാൻ വേണ്ടി ഒന്നും ആ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് അതിന്റെ മേലെ ചെന്ന് വീഴൂല എന്നാണ് സത്യവിശ്വാസികളെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നത് തന്നെ. അതുകൊണ്ട് അന്ധവിശ്വാസം ഇസ്ലാമിന്റെ ഭാഗമല്ല. അത് തെറ്റായ ജീവിത സരണി സ്വീകരിക്കുന്നവർക്ക് എവിടുന്നോ കിട്ടിയ ഒരു സംഗതി മാത്രമാണ്. തീവ്ര വിശ്വാസം എന്ന് പറയുന്നത് യഖീനുള്ള വിശ്വാസമാണെങ്കിൽ ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. ദൃഢതയുള്ള വിശ്വാസം, ദൃഢബോധ്യത്തിന്റെ വിശ്വാസം, കേവലമായ ഒരു തൊലിപ്പുറമേയുള്ള ഉപരിപ്ലവമായ ഒരു തോന്നലോ വിചാരമോ ഒന്നുമല്ല, ദൃഢബോധ്യമാണ്. അതുകൊണ്ടാണ് മരണഭയമില്ലാതെ ആയി മാറാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നത്. കാരണം അവന് ബോധ്യമുണ്ട് അള്ളാഹു നിശ്ചയിച്ച സമയത്ത്, അള്ളാഹു നിശ്ചയിച്ച പ്രകാരമല്ലാതെ അവന്റെ മരണം ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന്. അതുകൊണ്ട് മരണത്തെ ഭയക്കുന്നവരല്ല വിശ്വാസമുള്ള ആളുകൾ. അവർക്ക് മരണഭയം ഉണ്ടാവില്ല. കാരണം എന്താ? അവർക്കറിയാം ആ മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്ത്, നിശ്ചയിച്ച സ്ഥലത്ത്, നിശ്ചയിച്ച വിധത്തില് ഏതൊരാളുടെയും മരണം സംഭവിക്കും. അതിന്ന് ഒളിച്ചോടാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മരണഭയത്തോടുകൂടി ഓടിപ്പോവുക എന്നൊരു പരിപാടി സത്യവിശ്വാസികൾക്ക് ആവശ്യമില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന് ദൗർബല്യം സംഭവിച്ചിട്ടുണ്ട് എന്നേ അതിനർത്ഥമുള്ളൂ. അപ്പോ തീവ്ര വിശ്വാസി എന്നത് ഒരു തെറ്റായ ഒരു പ്രയോഗമാണ്. ഒരു പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഭീകരവാദികളെന്നോ തീവ്രവാദികളോ എന്നൊക്കെയാണ്. അതൊക്കെ ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിലയിരുത്തേണ്ട കാര്യമാണ്. നല്ല സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരെ പലപ്പോഴും ലോകത്ത് തീവ്രവാദികളെന്നോ ഭീകരവാദികളെന്നോ ഒക്കെ പേര് വിളിക്കാറുണ്ട്. അത് ആ വിളിക്കുന്ന ആളുകളുടെ താല്പര്യമാണ് അതിൽ പ്രകടമാകുന്നത്. ആ വിളിക്കുന്ന ആളുകള് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, പാരത്രിക ലോകത്ത് വിശ്വാസമില്ലാത്ത, നന്മ തിന്മകളുടെ കാര്യത്തിൽ മാനദണ്ഡമില്ലാത്ത, സ്വാർത്ഥമായ ഭൗതിക താല്പര്യങ്ങളാൽ പ്രേരിതരായിട്ട് ജീവിക്കുന്ന ആളുകളാകും. അത്തരം ആളുകള് വേഗം ഇങ്ങനത്തെ പേര് ചാർത്തി കൊടുക്കും. അത്രയേ ഉള്ളൂ. മാനദണ്ഡം വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അതനുസരിച്ച് ഒരാള് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും തീവ്രതയാവൂല, ഭീകരതയാവില്ല, അല്ലെങ്കിൽ അരാജകത്വം ആവില്ല. കാരണം അതൊരു പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലേ എന്തും ചെയ്യുള്ളൂ. ധർമാധർമ്മ ബോധത്തോടു കൂടി മാത്രമേ, നീതിബോധത്തോടു കൂടി മാത്രമേ ഒരു വിശ്വാസി എന്തും ചെയ്യുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് തന്നെയാണ് ഞാൻ അത് സംബന്ധമായിട്ട് പറയുന്നത്. അപ്പോ ചിലര് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സമൂഹത്തിൽ ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി അങ്ങനെ പ്രയോഗങ്ങൾ പലപ്പോഴും നടത്തുന്നുണ്ടാകും. അതുപോലെ തന്നെ ഈ വിശ്വാസത്തിൽ ദൗർബല്യം സംഭവിച്ച ആളുകള് അത്തരം പ്രതികരണങ്ങളുമൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ടാവും. അത്രയൊക്കെ ഉണ്ടാവും. മറ്റൊന്ന്, തീവ്രവിശ്വാസം അന്ധവിശ്വാസമാണെന്ന് തോന്നുന്നത് അത് താങ്കളുടെ മാത്രം പ്രശ്നമല്ലേ എന്നൊരു ഒബ്സർവേഷൻ. അത് വിടാമെന്ന് വിചാരിക്കുന്നു. അത് അയാൾ കമന്റ് ചെയ്തുകൊണ്ട് എന്തോ പറഞ്ഞതാണ്. വേറെ ഒന്ന്, നോവാക്ക് എന്നുള്ള പ്രൊഫൈലിൽ നിന്നാണ്. സത്യവിശ്വാസികൾ അന്ധവിശ്വാസികളും അതുവഴി തീവ്രവിശ്വാസികളുമായി മാറുന്നതിന്റെ കാരണങ്ങൾ സമയം കിട്ടുമ്പോൾ, അത് മുകളിൽ പറഞ്ഞ കാര്യത്തിന്റെ തന്നെ ആവർത്തനാണ്. സത്യവിശ്വാസി അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരാണ്. അനുസരണയോടെ അന്ധവിശ്വാസ സമൂഹത്തെ പിൻപറ്റി നിർബന്ധിതമായി കർമ്മങ്ങൾ ചെയ്യുന്നു അന്ധവിശ്വാസികൾ. അപ്പൊ അത് നേരത്തെ വിശദീകരിച്ച കാര്യത്തിന്റെ തന്നെ വീണ്ടും ഒരു ആവർത്തനമായിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം.
ഇനിയും ചില ചോദ്യങ്ങളുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി നമുക്ക് കൈകാര്യം ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.